ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് വന്നപ്പോൾ അവരൊരു പ്രാഥമികമായിട്ടുള്ള റിക്വയർമെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർക്കൊരു എസ്കേപ്പ് സ്പേസ് വേണം. സിറ്റിയിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബിൽഡബിൾ ആയിട്ടുള്ള ഒരു ടെറൈൻ അല്ലായിരുന്നു. മുഴുവനായിട്ട് നമ്മൾ റോക്കുകൾ വരുന്നൊരു സ്ട്രക്ചറായിരുന്നു. അവർ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട് ഓൾറെഡി നിലമ്പൂർ ഭാഗത്ത്. അപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് റബ്ബർ എസ്റ്റേറ്റ് ഫോളോ അപ്പ് ചെയ്യാനും സിറ്റിയിൽ നിന്നുള്ള എസ്കേപ്പ് സ്പേസ് ആയിട്ടും കൂടെ ഒരു ചെറിയൊരു യൂണിറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ ചെറിയ ഫാമിലിയാണ്, വളരെ ഒക്കേഷണലി യൂസ് ചെയ്യുന്നൊരു സ്പേസാണ്. അപ്പോൾ അതിൽ കൂടുതൽ റിക്വയർമെൻറ്റ്സ് ഇല്ല, ബഡ്ജറ്റും വളരെ ലിമിറ്റഡ് ആയിരുന്നു. പിന്നെ അവർ സൈറ്റിലെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് പാറകളുള്ളൊരു സൈറ്റായിരുന്നു. റബ്ബർ എസ്റ്റേറ്റിൻ്റെ സെൻട്രലാണെങ്കിൽ പോലും ഒരു ഉയർന്നൊരു പ്രദേശമായിരുന്നു. ഈ പാറകളുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ടിപ്പിക്കൽ കൺസ്ട്രക്ഷൻ ഒരിക്കലും പ്രാക്ടിക്കൽ ആവാത്തൊരു സ്പേസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ യൂണിറ്റ് മുഴുവനായിട്ട് പൊക്കിയിട്ടുള്ളൊരു സ്ട്രക്ചറായിരുന്നു സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് പ്രകാരം തന്നെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഡിസ്കഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിസൈനിന് വേണ്ടി ഇരുന്ന സമയത്ത് ഞങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഒരു RRR കോൺസെപ്റ്റ് നമ്മൾ പറയും. പിന്നെ റിഡ്യൂസ്, റീസൈക്കിൾ ആൻഡ് റീയൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റിലേക്കായിരുന്നു നമ്മൾ ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ മെറ്റീരിയൽസും നമുക്ക് മാക്സിമം റീയൂസ് ചെയ്യുന്ന മെറ്റീരിയലും അതേപോലെ തന്നെ റീസൈക്കിൾ ചെയ്യുന്ന മെറ്റീരിയലും ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു തീരുമാനം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസ് തന്നെ നമ്മൾ മെറ്റീരിയൽ ഏതൊക്കെ വേണം എന്നുള്ളത് സജസ്റ്റ് ചെയ്തപ്പോഴും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ഏറ്റവും കൂടുതൽ സ്റ്റീലാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റീല്, അതുപോലെ തന്നെ ടൈലുകൾ, പിന്നെ ക്ലേ ടൈൽസ്, HD ബോർഡുകളാണ്, അതായത് സിമെൻറ്റ് ബോർഡ് അല്ലെങ്കിൽ വി ബോർഡ് എന്ന് നമ്മൾ പറയും. ഈ ബോർഡുകളാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിൻ്റെ വോൾ കൺസ്ട്രക്ഷനും എല്ലാം കൂടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലയൻറ്റ് ഓൾറെഡി റേസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഇഷ്യൂസസ് ഉണ്ടായിരുന്നു. കാരണം ഇതൊരു ഫാമിൻ്റെ ഉള്ളിലായിരുന്നു. ഏകദേശം ഒരു 6 ഏക്കേഴ്സോളം കിടക്കുന്നൊരു ഫാമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനത്തെ ചെറിയ ജീവികളുടെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് എലിവേറ്റ് ചെയ്തിട്ട് സ്ട്രക്ചർ നിൽക്കണം എന്നുള്ളൊരു ആവശ്യം ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിൽ തന്നെ നമ്മൾ മുഴുവൻ സ്ട്രക്ചറും എലിവേറ്റ് ചെയ്തിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ സ്റ്റീല് മുഴുവനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് GP പൈപ്പ് സെക്ഷൻസുകളായിരുന്നു. ഗ്രൗണ്ടിൽ നിന്ന് റേസ് ആവുന്ന പില്ലറുകൾ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ കോൺക്രീറ്റും കൂടെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ടെറൈൻ മുഴുവനായിട്ട് പാറ ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും നമുക്ക് എക്സ്ട്രാ പിറ്റുകളോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ട് അതിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. മാക്സിമം അത് കുറച്ച് പില്ലറുകൾ മാത്രമേ നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം മണ്ണല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ്ലി നമ്മൾ റോക്കിലേക്ക് തന്നെ അത് ഫിറ്റ് ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. റൂഫ് ടൈൽസ് യൂസ് ചെയ്തിട്ടുള്ളത് ക്ലേ ടൈൽസ് ആയിരുന്നു. ക്ലേ ടൈലിൽ സീലിംഗ് ടൈൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൂടെ തന്നെ ഏറ്റവും റൂഫ് ടൈലും കൂടെ നമ്മൾ ക്ലേ ടൈൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽ നമ്മൾ 2 ടൈലിൻ്റെയും ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലൈമറ്റ് ഉള്ളിലും കൺട്രോൾ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് ഉണ്ട്, അങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്തതുകൊണ്ട്. മെയിനായിട്ട് ഇതിൽ നിന്ന് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫുട് പ്രിൻറ്റ് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. സ്ട്രക്ചറിൻ്റെ താഴെയുള്ള ഭാഗം അത് നമുക്ക് പല യൂസേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ വാട്ടർ റൺ ഓഫ് ആയിക്കോട്ടെ, കാറ്റിൻ്റെ മൂവ്മെൻറ്റ് ആയിക്കോട്ടെ, ജീവികളുടെ മൂവ്മെൻറ്റ് ആയിക്കോട്ടെ, ആളുകളുടെ മൂവ്മെൻറ്റ് ആയിക്കോട്ടെ, ഈ ഒരു ബിൽഡിംഗ് വന്നതുകൊണ്ട് ഇതിനൊന്നൊരു തടസ്സം അവിടെ നേരിട്ടിട്ടില്ല. ഓവറോൾ ലേഔട്ട് കിടക്കുന്നത് നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിലാണ്. പിന്നെ നമ്മൾ കോമൺ സ്പേസുകൾ മുഴുവനായിട്ട്
സൗത്ത് സൈഡിലേക്കാണ് ഓറിയൻറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളെ ബെഡ്റൂം ബ്ലോക്കുകൾ ഈസ്റ്റ് വെസ്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ ബാക്ക് സൈഡിലും വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 360 ഡിഗ്രി നമ്മളെ എസ്റ്റേറ്റ് വ്യൂ കിട്ടുന്ന തരത്തിലാണ് ലേഔട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ കോമൺ സ്പേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചുറ്റോറും നമുക്ക് ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നെല്ലാം സെമി ഓപ്പൺ ആയിട്ടുള്ള സ്പേസുകളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇൻഡോർ സ്പേസുകളുണ്ട്. ഇതിൽ നിന്നെല്ലാം ഒരു ചുറ്റോറത്തേക്കുള്ള വിസിബിലിറ്റി ഓൾറെഡി 3 ഭാഗത്തും നമുക്ക് കിട്ടും. ബാക്ക് സൈഡിലേക്കും കിച്ചൻ്റെ ഭാഗത്ത് നിന്ന് വിസിബിളാണ്. സ്ട്രക്ചറിനകത്ത് കൂടെ നമുക്ക് ക്രോസ് വെന്റിലേഷൻ അവൈലബിൾ ആണ്. ഈ ഭാഗത്ത് കൂടെ ബാക്കിലേക്ക് വെന്റിലേറ്റഡ് ആണ്. ബെഡ്റൂം ബ്ലോക്കും നമുക്കൊരു സെമി ഓപ്പൺ സ്ട്രക്ചറായിട്ടാണ് വരുന്നത്. സെമി ഓപ്പൺ സ്ട്രക്ചറിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രൂപത്തിൽ ബാൽക്കണികൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് 2 സെക്ഷനിലും. രണ്ടിലും നമുക്ക് സ്ട്രക്ചറിന് എക്സ്ട്രൂഡ് ചെയ്ത് നിൽക്കുന്ന തരത്തിലാണ് ഇതിൽ ബാൽക്കണികളുള്ളത്. ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് റോക്കുകളാണ് ഫുള്ളായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഒരു ആക്സസിബിൾ ആയിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത് ആകെ ഈ ഒരു സൗത്ത് സൈഡിലേക്കാണ് ഉള്ളത്. നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ കോമൺ സോണിലേക്ക് കയറുന്നു. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു സങ്കനായിട്ടുള്ള സ്പേസിലാണ് ലിവിങ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡൈനിങ്ങിൻ്റെ വിഷൻ റെസ്ട്രിക്റ്റ് ആവാതെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഡൈനിങ്ങിൽ ഇരിക്കുന്ന സമയത്തും നമുക്ക് 4 ഡയറക്ഷനിലും വിസിബിലിറ്റി കിട്ടുകയും ചെയ്യും. അതുകൂടാതെ തന്നെ ഫുള്ളി വെന്റിലേറ്റഡും ആണ്. ബാക്ക് സൈഡിലേക്കാണെങ്കിലും ഫ്രണ്ടിലേക്കാണെങ്കിലും. ബെഡ്റൂമിൻ്റെ ബാൽക്കണികളിലും നിന്ന് നോക്കിയാലും നമുക്ക് എസ്റ്റേറ്റിൻ്റെ ഒരു വ്യൂ മുഴുവനായിട്ട് 180 ഡിഗ്രിയിൽ നമുക്ക് 2 സൈഡിലേക്കും ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് കിട്ടുന്നുണ്ട്. 2 സൈഡിലും വരുന്ന ബാൽക്കണി സ്പേസുകൾ അവർ മുഴുവനായിട്ട് എസ്റ്റേറ്റ് ഫോളോ അപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ രാത്രിയും പകലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് ബാൽക്കണി പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു വാച്ച് ടവർ പോലെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടൊരു യൂണിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണ് നമ്മൾ ഒന്നും കൂടി എക്സ്റ്റെൻസീവായിട്ട് പുറത്തേക്ക് വിഷൻ കിട്ടണമെങ്കിൽ കയറി നിൽക്കാൻ പറ്റുന്നൊരു വാച്ച് ടവറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. വാച്ച് ടവറിൻ്റെ കൂടെ തന്നെ ഇതിലേക്കുള്ള വെള്ളത്തിൻ്റെ സ്റ്റോറേജും ഈ ഒരു എലിവേറ്റ് ചെയ്ത സ്ട്രക്ചറിനകത്താണ് വരുന്നത്.